അച്ഛൻ എണീറ്റെന്നാ തോന്നുന്നേ. വിനയുടെ പൊക്കോ പൊക്കോ. അല്ല അത് ഓഹോ, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണല്ലേ. ബജരംഗൻ ഇറങ്ങി ഓടടാ. നമ്മുടെ പേര് പറയുന്നത്. എടാ നീയോ? ഈ ജനലിന്റെ കൊളുത്ത് ശരിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഉറക്കത്തിൽ കുട്ടിയെ ശല്യപ്പെടുന്നുണ്ടെന്ന് കരുതി. അതാ. എടാ തെണ്ടി. കണ്ടാ വല്ലതും കാണണ്ട. ഭഗവാന്റെ കയ്യിൽ തോക്കണ്ട. അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല. എടാ നീറാശാനും മാധവേട്ടനും ഞാൻ കണ്ടില്ല. സ്ഥലത്തെ പ്രധാനികൾ രണ്ടുപേരും ഉണ്ടല്ലോ. ഇന്നെന്താ നീറ പണിയൊന്നുമില്ലേ? ഇന്ന് പണി ഇവിടല്ലേ മേനോൻ സാറേ? നിങ്ങൾ നമ്മുടെ ചെക്കനെ എന്ത് ചെയ്തു? ഓ, അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കും. പറയുന്നത് ശരിയല്ലെന്ന് അറിയാൻ മേനോൻ സാറേ. എന്നാലും ഈ ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിക്കണം പോലും. കൊണ്ടുപോടാ അവനെ. നാട്ടുകാർ ഈ വക സമ്പ്രദായത്തിൽ ഒരു മാറ്റൂല അല്ലേ? ബോംബെയില് ഇങ്ങനെയൊക്കെ തന്നെ. ബോംബെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഇവന്റെ കൂടെ കുറെ വിളഞ്ഞന്മാരും കൂടി ഉണ്ട്. എല്ലാറ്റിന്റെ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങളേടാ എടോ മാധവ, തനിക്ക് ഉളുപ്പില്ലടോ. കാശ് ചക്കച്ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാണ്ടാവുമ്പോ കണ്ട പിള്ളേരെ വിട്ട് മോട്ടിക്കല്ല വേണ്ടത്. തൊണ്ടി സഹിതമാണ് അവനെ പിടിച്ചിരിക്കുന്നത് ഞാൻ. അവനെയൊക്കെ പിടിച്ച് അകത്താക്കുക വേണ്ടത്. നിർത്തണോ? കുറെ നേരമല്ല മേനോനെ. ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോ. സൂര്യൻ ഉദിച്ച് ഉച്ചയിലെത്തിയ പിന്നെ പെരുപത്ത് കടവുകാരുടെ നാക്ക. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഇപ്പൊ ഇതാ നല്ല കൂത്തായേ. ഉത്സവപ്പറമ്പ് ഇവനൊക്കെ കാട്ടിക്കൂട്ടി തോന്നുന്ന വെറുതെ വിട്ടതാ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവനെ അടിച്ചു കൊടുത്താൽ പ്രശ്നമില്ല. എന്നാ അതൊന്ന് കാണണമല്ലോ. കാണാം. കോച്ച അയച്ചു വിടറോ. അല്ലടിയാ പറഞ്ഞു ചെയ്താ മതി. അയച്ചു വിടറോ. അതാ രണ്ടു കൂട്ടർക്കും നല്ലത്. അഴിക്കേ ഇങ്ങോട്ടിറങ്ങാ. ഇവനെ പോലുള്ള മരം കയറുകളുടെ കൂട്ടുപിടിച്ച് ഇവിടെ കയറി നരങ്ങാനാണ് ഭാവമെങ്കിൽ തീർത്തു കളയും എല്ലാറ്റിനെയും. ഉത്സവം കഴിഞ്ഞാൽ ശ്രീദേവിയുടെ കല്യാണം. അതിനു മുമ്പ് ഈ പരിസരത്ത് കണ്ടുപോകരുത് ഒരുത്തനെയും. മേനോനെ, ഇവന്റെ കൂടെ അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ പെരുവത്ത് കടവത്തെ മണ്ണിൽ അവരൊരുമിച്ച് ജീവിക്കും. വാടാവിനെയാ വെല്ലുവിളിയൊക്കെ കൊള്ളാം. അത് പിള്ളേരുടെ കാര്യം. പക്ഷെ മാധവ, നമ്മുടെ കാര്യം മറക്കണ്ട. 8ാം ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നീ വാ. ഒരു തുണിയില്ലാതെ രണ്ടെണ്ണത്തിനെ വളർത്തി ഇത്രയും വരെ എത്തിച്ചു. ഇതിനി അറിയാൻ ആരും ബാക്കിയില്ല. പോത്ത് പോലെ വളർന്നിട്ടും ഈ വീട്ടിൽ 2 മനുഷ്യജീവികൾ ഉണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തില്ല. അതെങ്ങനെയാ? മര്യാദയ്ക്ക് പണിക്ക് പോകാൻ പറഞ്ഞാൽ അവനോട്ട് പോകത്തുമില്ല. സിനിമയും പാട്ടും കൂത്തുമായിട്ട് നടന്ന ജീവിതം തോലിച്ചോ. എന്തെങ്കിലും ഒരു വീണ്ടും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തോന്നിവാസം ചെയ്യുമായിരുന്നോ? നിന്റെ താഴെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് പോലെ നീ ഒന്നും ഓർത്തില്ലല്ലോടാ. അതെങ്ങനെയാ? നിനക്കൊക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് ഇറന്നിന്റെ മുട്ടലാടാ ഇത്. എന്തോന്നാ വിനയ നിന്റെ വിചാരം? നീ വലിയ കൊമ്പത്തെ ഓഫീസറാണെന്നോ? 10 സെന്റ് ഭൂമി ഒരു ടാക്കീസിലെ പണിയും വെച്ചിട്ട് നാണം ഇല്ലടാ നിനക്ക്. അതിനെന്താ അമ്മേ, നല്ല പൊന്നു പോലത്തെ മരുമോളല്ലേ കിട്ടിയേക്കുന്നേ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ കയറി പൊക്കോണം നീ. ഒരു ഉപദേശക്കാരി വന്നേക്കുന്നു. എന്റെ പൊന്നമ്മ ഒന്ന് നിർത്തോ. ഇത് വല്ല സ്വൈരികേടായല്ലോ. ഇപ്പൊ ഞാനാണല്ലോ നിന്റെ സ്വൈര്യക്കേട്. നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. അല്ല നിറാശൻ, പണ്ട് വനജേച്ചിയായിട്ട് ഒളിച്ചോടിയപ്പം
പേടി തോന്നിയില്ലേ? എടാ വിനയ, ഓ എടാ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അന്ന് എനിക്ക് മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ധൈര്യമായിട്ട് ഇടാ. എടാ, എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സന്ദർഭം വരും. അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടുമായിരിക്കും. അല്ലടാ? പിന്നെ